Hello, my dear beautiful boys and beautiful girls. Everybody happy? I am here, Joby Wild. ഒരു പൂർണ്ണമായ ആരോഗ്യമായ വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ തലമുടി തൊട്ട് പാദം വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഒരേപോലെ തന്നെ വൃത്തിയും വെടുപ്പമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് തന്നെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുമുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിനകത്ത് നമുക്ക് ക്ലിയർ ആക്കാൻ അതല്ലെങ്കിൽ നല്ല ശുദ്ധിയോടുകൂടി കൊണ്ടു നടക്കാൻ വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അതിന് സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുക തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം രീതിയിൽ പലതരത്തിലുള്ള വിഷാംശങ്ങളും കിടക്കാറുണ്ട്. ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ വഴി നമ്മുടെ എല്ലാ പോഷനും വരാറുമുണ്ട്. നമ്മുടെ ശരീരത്തിൽ വായു വഴിയാണെങ്കിലും അതല്ലെങ്കിൽ ഫുഡ് വഴിയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഈ വിഷാംശമെല്ലാം ഉൾക്കൊള്ളുന്നത് നമ്മുടെ ബ്ലഡിൽ തന്നെയാണ്, രക്തത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. സാധാരണ രീതിയിൽ നമുക്കറിയാം കൊച്ചു കുട്ടികൾക്കൊക്കെ ബ്ലഡിലുണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്നാണ് ഖരപ്പൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അതിൽ വട്ടച്ചൊറികളൊക്കെ ഉണ്ടാകും, പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങളുണ്ടാകാം. മുതിർന്നവരിലേക്ക് കയറുകയാണെങ്കിൽ വാദം ഉണ്ടാകാം, അല്ലെങ്കിൽ പിത്തം എന്ന് പറഞ്ഞാൽ ഒക്കെ ഉണ്ടാകാം. പിന്നെ കൈകാലിന് മുട്ടിനൊക്കെ ഉണ്ടാകുന്ന വേദന. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് തന്നെയാണ്. ഇതിനൊക്കെ പുറമെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബ്ലഡ് ഇതുപോലെ തന്നെ അശുദ്ധമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമുക്ക് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഉറക്കമില്ലായ്മ വരുമ്പോൾ നമുക്ക് എത്രത്തോളം അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഇതുപോലെ ഉണ്ടാകുന്ന എല്ലാ പ്രോബ്ലംസും നമ്മുടെ ബ്ലഡ് പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ചെടുക്കാനും അതുവഴി നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ കൊണ്ടു നടക്കാനും പറ്റിയ ഒരു ചൈനീസ് മരുന്നാണ്. എന്തായാലും ആ ഒരു മരുന്നിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്തായാലും അതിലേക്ക് കിടക്കുന്നത് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലങ്കാൽ. അപ്പോൾ ഇതാണ് ആ മരുന്ന്. ഇതൊരു പാഡായിട്ടാണ് ഇവർ കാണിച്ചേക്കുന്നത്. ഈ ഒരു ബോക്സിനകത്ത് ഞാനത് കാണിക്കാം. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഡീറ്റോക്സ് ഫുഡ് പാഡ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറലായിട്ട് തന്നെ അവരെ ഉണ്ടാക്കിയെടുക്കുന്ന ചൈനീസിൻ്റെ ഒരു ആയുർവേദ ഉൽപ്പന്നം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം ഓൾ നാച്ചുറലാണ്, 100% ഇൻഗ്രീഡിയൻ്റ് എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. റിമൂവ് ടോക്സിക്, അതായത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വിഷാംശങ്ങളെയും മാറ്റാനായിട്ട് ഇത് സഹായിക്കുന്നു. എൻഹാൻസ് മെറ്റാബോളിസത്തിന് ഒരുപാട് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് പാഡിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്. അതായത് ഇവർ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിനൊക്കെയാണെന്ന് പറയുന്നു. ഹെൽപ്പ് ടു റിലീവ് ക്രോണിക് പെയിൻ ഇൻ ടു ജോയിൻ ആൻഡ് മസിൽസ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിൻ്റെയും ജോയിൻസിനെയൊക്കെ പെയിൻ മാറ്റാൻ സഹായിക്കുന്നു. ഇംപ്രൂവ് മെറ്റാബോളിസം ആൻഡ് മോർ എനർജി. കൂടുതൽ നമ്മുടെ ശരിക്ക് ദഹനം നടക്കുന്നു. ദഹനം വഴി നമുക്ക് കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിൽ എനർജി കൂടുതലായിട്ട് ഉണ്ടാകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ നമുക്ക് ദഹനക്കുറവ് ഉണ്ടാകുമെന്നറിയാം. ദഹനക്കുറവ് ഉണ്ടായാൽ നമുക്ക് കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ വരും പല പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഈ ഒരു ആയുർവേദ ഉൽപ്പന്നം വഴി സഹായിക്കുന്നതാണ് ഇവർ പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ഫ്ലഷ് ഔട്ട് ഹാംഫുൾ മെറ്റൽസ് ആൻഡ് ടോക്സിക്, അതായത് നമ്മുടെ ശരീരത്തിന് നമുക്ക് ദോഷം നൽകുന്ന പലതരത്തിലുള്ള വിഷാംശങ്ങളെ നീക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. വുഡ് വിനിഗർ എക്സ്ട്രാക്റ്റ് ഉണ്ട്, ബാംബു വിനിഗർ എക്സ്ട്രാക്റ്റ് ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളത് വൈറ്റമിൻ സി കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്, വെജിറ്റബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്, വെജിറ്റബിൾ ഓയിൽ അടങ്ങിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ലാവണ്ടർ പൗഡർ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ഒരു കൂട്ടാണ് ഇവരെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇത് ഹൗ ടു യൂസ് എന്നും ഇവരിവിടെ പറയുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന എളുപ്പമാണ്. നമുക്ക് കാലിൻ്റെ പാദത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതുപോലൊരു പാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് 10 പാക്കറ്റ്സാണ് നമുക്കിതിൽ തരുന്നത്. നമുക്ക് ഈ ഒരു പാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഇതാണ്, ഇത് 2 പാച്ചസ് ഉണ്ട്. നമുക്കിതാ ഈ ഒരു പാഡാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഈ പാഡ് യൂസ് ചെയ്യേണ്ട വിധം ഞാൻ പറയാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ബാൻഡേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ നമ്മൾ സാധാരണ ചെറിയ ബാൻഡേജ് പോലെ തന്നെ അതിനേക്കാൾ വലിപ്പമുള്ളതാണെന്ന് മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഈ വെജിറ്റബിൾ എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആയുർവേദ മരുന്നുകളും ഇവർ ഫില്ല് ചെയ്യുന്നത് ഈ ഒരു പാച്ചിലാണ്. ഇതാണ് നമ്മുടെ ശരീരത്തിൽ കാൽപാദത്തിൽ നമ്മൾ ഒട്ടിക്കുന്നത്. ഇത് നമ്മുടെ കാൽപാദത്തിൽ ഒട്ടിക്കാൻ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ കാൽപാദം എന്ന് പറഞ്ഞാൽ വളരെയധികം സെൻസിറ്റീവാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാൽപാദം വഴി നമ്മുടെ തലച്ചോറ് വരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോർഷനാണ് നമ്മുടെ കാൽപാദം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മുടെ കാൽപാദം
മൂത്രത്തിലൂടെ നമ്മുടെ ഈ ഒരു മരുന്ന് അവിടെ ഒട്ടിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ മരുന്ന് ഇറങ്ങാനും, അതായത് ബ്ലഡ് വഴി നമ്മൾ ഇറങ്ങാനും നമ്മുടെ തലച്ചോറ് വരെയുള്ള എല്ലാ പോർഷനിലും ഒരുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാൻ വേണ്ടി, അണുവിമുക്തമാക്കാൻ വേണ്ടി ഒരുപാട് ഇത് സഹായിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കാൽപാദത്തിൽ ഇത് ഒട്ടിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ബാൻഡേജ് സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ എടുത്ത ശേഷം ഇത് ഈ ഒരു പോർഷൻ ഉള്ളിൽ വെച്ച ശേഷം ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ കാൽപാദത്തിന് നടുക്കായിട്ട് നമുക്ക് ഒട്ടിക്കാം. അതിനുശേഷം ശരിക്ക് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാൽപാദത്തിൽ ശരിക്ക് ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം ഏറ്റവും നല്ലത് ഇത് 8 മണിക്കൂറെങ്കിലും നമുക്ക് കാൽപാദത്തിൽ അതേപോലെ തന്നെ സൂക്ഷിക്കണം. അതായത് 8 മണിക്കൂർ എന്ന് പറയാൻ നമുക്ക് ഏറ്റവും നല്ലത് ഇത് രാത്രിയിൽ കിടക്കുമ്പോൾ 2 കാലിലും ഒട്ടിക്കുക ഇതുപോലെ. അതിനുശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പറിച്ചു മാറ്റാം. ഈ 8 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലൂടെ ഇതിനകത്തുള്ള എല്ലാ മരുന്നുകളും നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ട് കിടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഡീടോക്സിഫിക്കേഷൻ നടക്കുകയും ചെയ്യും. സോ അതുവഴി നമുക്ക് നെക്സ്റ്റ് ദിവസം തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് 100% സൈഡ് എഫക്റ്റ് ഇല്ല. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളും 100% ആയിട്ടും നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റും മാത്രമാണ്. സോ അതുകൊണ്ടാണ് ഒരു തരത്തിൽ നമ്മുടെ സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കുന്നു. അതുവഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ, പലതരത്തിലുള്ള ഉറക്കമില്ലായ്മ, അതല്ല എങ്കിൽ പിന്നെ നമ്മുടെ ശരീരം പെയിൻ, ജോയിൻറ്റ് പെയിൻ എടുക്കുക, വാദം, പിത്തം എന്ന് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഇത് ഒരുപാട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ള ഏവർക്ക് വേണമെങ്കിൽ മേടിക്കാവുന്നുള്ളൂ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നിങ്ങൾക്ക് അതുവഴി ഈസി ആയിട്ട് മേടിക്കാവുന്നേ ഉള്ളൂ. 100% ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഓക്കെ ഗൈസ്, അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിച്ച് നോക്കാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വാലങ്ങൾ. അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്. കൂടുതൽ വീഡിയോയ്ക്ക് വിശകലനങ്ങൾക്കുമായി എൻ്റെ 2 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വാലങ്ങൾ.